റെഡി അല്ലേ? നോക്കൂ, അപ്പോൾ പുതിയ ചാപ്റ്റർ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ അതൊന്ന് നമുക്ക് പറയാം. എന്താണ് ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ്? ഇത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സിന്റെ കർവാന്ന് വിചാരിക്കുക. ഒരു ഫംഗ്ഷൻ, ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ, ഇപ്പം ഫംഗ്ഷൻ സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന ഫസ്റ്റ് ഡിഗ്രി ആണെങ്കിൽ ഗ്രാഫ് സ്ട്രേറ്റ് ലൈൻ ആയിട്ട് നമുക്ക് കിട്ടും. അല്ലാത്ത കേസിലൊക്കെ ഇങ്ങനെ കർവ് വളഞ്ഞിട്ടുള്ളൊരു ഫിഗർ ആണ് കിട്ടുക, ഫസ്റ്റ് ഡിഗ്രി അല്ലാത്ത ഏത് കേസ് എടുത്തു കഴിഞ്ഞാലും. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷന്റെ ഗ്രാഫാണിത്. ഇതില് ഇതൊരു 2 ആണെന്ന് വിചാരിക്കാം. ദിസ് പോയിന്റ് ഈസ് 1, so this is 5. അപ്പം ഒരു ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇത് x2 ആവുമ്പം y 5 ആണ്. മീൻസ് ഇവിടെ ഈ കർവിലെ ഈ പോയിന്റ് എന്ന് പറഞ്ഞത് 2, 5 ആയിരിക്കും. ഒരു y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന ഒരു ഫംഗ്ഷന്റെ ഗ്രാഫിലെ ജനറൽ പോയിന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സ് എഫ് എക്സ് ആയിരിക്കും, ഓർ ഇറ്റ് ഈസ് എക്സ് വൈ. ഈ y ആണ് എഫ് ഓഫ് എക്സ്. എക്സ് എടുക്കുന്ന വാല്യൂ ഇതും ഫംഗ്ഷന്റെ ആ വാല്യൂ എടുക്കുമ്പം കിട്ടുന്ന ഫംഗ്ഷന്റെ വാല്യൂ ആയിട്ടാണ് y കോർഡിനേറ്റ് വരിക. പിന്നെ y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഇസ് ദി ഹൈറ്റ് ഓഫ് ദി പോയിന്റ്. ഇവിടെ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അത് 5 യൂണിറ്റ് ഹൈറ്റിലാണ് നിൽക്കുന്നത്. ആ ഹൈറ്റ് ആണ് ഫംഗ്ഷന്റെ വാല്യൂ ആയിട്ട് വരിക. അപ്പം എക്സ് എന്ന് പറഞ്ഞാൽ ഇത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, എക്സിന് ഡിഫറെന്റ് വാല്യൂസ് എടുക്കും എക്സ്. അതിനനുസരിച്ച് ആ എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വൈക്ക് വാല്യൂ വരിക, മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ 2 എന്ന നമ്പറിന് അടുത്തേക്ക് നമ്പറിന്റെ ലെഫ്റ്റിൽ കുറച്ച് വാല്യൂസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പം ലെഫ്റ്റിലോട്ടുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ നോക്കൂ, ലെഫ്റ്റ് 2ന്റെ ലെഫ്റ്റ്. അപ്പം 1.5 എക്സിന് നമ്മൾ എടുക്കുന്നത് ലെഫ്റ്റ് ഓഫ് 2 എക്സ് വാല്യൂ ആണല്ലോ എക്സ് ആക്സിസിലുള്ളത്. എക്സിന് ഒരു 1.5, 1.6, 1.7 ഇങ്ങനെ എടുത്ത് 1.999 വാല്യൂസ് എക്സ് എടുക്കും. ഇതിപ്പോ 2 ആകുമ്പോൾ വാല്യൂ ആണ് 5 എന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇതിനടുത്തോട്ട് പോകുമ്പോൾ എന്താണ് ഫംഗ്ഷന്റെ വാല്യൂ വരിക, അല്ലെങ്കിൽ y വാല്യൂ എന്താണെന്ന് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഈ പോയിന്റ് ഒരു 1.8 ആണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് വാല്യൂ ഏതാണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതിന്ന് ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. അപ്പോൾ ആ പോയിന്റിന്റെ ഹൈറ്റ് കാണണമെങ്കിൽ അത് y ആക്സിസിലോട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ഈ ഹൈറ്റ് അതായിരിക്കും ഫംഗ്ഷന്റെ വാല്യൂ. അപ്പോൾ 1.9 ആകുമ്പോൾ വീണ്ടും കുറച്ചുകൂടെ 2നോട് അടുത്ത് വരും. അപ്പോൾ കുറച്ചുകൂടെ ഈ പോയിന്റ് ഇവിടെ കിടക്കും. പോയിന്റ് ഇങ്ങനെ വന്ന് ഈ പോയിന്റിന് അടുത്തോട്ട് വരും. എപ്പോ x2ന് അടുത്തോട്ട് ലെഫ്റ്റിന് ഇങ്ങനെ വരുന്ന സമയത്ത്. ഇനി അതേപോലെ തന്നെയാണ് ലെഫ്റ്റിന് റൈറ്റിന് വരുമ്പോഴും. അപ്പൊ ഇവിടുന്നാണ് എക്സ് വാല്യൂസ് വരുന്നതെന്ന് വിചാരിക്കുക. റൈറ്റിനാണെങ്കിൽ വാല്യൂസ് എങ്ങനെ വരാം, എക്സ് ഇസ് ഈക്വൽ ടു 2.5 ഇങ്ങോട്ടാണ് വരുന്നത് ലെഫ്റ്റിലോട്ട്, റൈറ്റിൽ നിന്ന് 2.2, 2.1, 2.0001 ഇങ്ങനെ 2ന് അടുത്തോട്ട് വരുമ്പോൾ എന്താണ് y എന്നറിയാൻ അത് ആ പോയിന്റിൽ നിന്ന് നമ്മൾ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ കിട്ടുന്ന y എത്രയാണെന്ന് നോക്കുക. അപ്പോൾ അത് നോക്കൂ, ഇതിങ്ങനെ അടുത്ത് വരുമ്പോൾ, ഇതിങ്ങോട്ട് അടുത്ത് വരുമ്പോൾ ഈ പോയിന്റ് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇവിടെ ഇട്ട് വരും. ലെഫ്റ്റിന് അടുത്തോട്ട് വരുമ്പോൾ പോയിന്റ് കയറി വന്ന് ഇങ്ങോട്ട് വരും. അപ്പൊ അങ്ങനെ അടുത്തോട്ട് വരിക എന്നുള്ളതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതിന് പറയാ ടെൻഡ് ചെയ്യുക എന്നാണ്. ടെൻസ് ടു. അതിന്റെ സിമ്പൽ ഇതാണ്. അപ്പോൾ ഈ കേസിൽ ഇപ്പൊ ഈ വരച്ച ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന when x
tends to 2, y tends to y value means height, that y is same as fx, fx tends to 5. So x 2 അടുക്കുമ്പോൾ fx 5 അടുത്ത് വരുന്നു. ഇതിനെ നമ്മൾ ഈ ലിമിറ്റ് എക്സ്പ്രഷനിൽ എഴുതുന്നത് ലിമിറ്റ് x tends to 2 f of x equal to 5 ഇങ്ങനെ എഴുതും. വായിക്കുന്നത് ലിമിറ്റ് x tends to 2 fx equal to 5 എന്നാണ് ഇത് വായിക്കുന്നത്. അപ്പൊ ഈ ഫിഗറിൽ നിന്ന് നമ്മൾ കണ്ടു ഈ 2ന് അടുത്തോട്ട് രണ്ട് രീതിയിൽ വരാം. 2 എന്ന നമ്പറിന് അടുത്തോട്ട് എക്സിന് രണ്ട് രീതിയിൽ വരാം. ഒന്നുകിൽ ലെഫ്റ്റ് നിന്ന് വരാം, അല്ലെങ്കിൽ റൈറ്റ് നിന്ന് വരാം. വരാം മീൻസ് അപ്രോച്ച് ചെയ്യാം, ടെൻഡ് ചെയ്യാം. ഇപ്പോ 2ന്റെ ലെഫ്റ്റ് നിന്നാണ് വരുന്നതെങ്കിൽ 2ന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് എക്സ് 2ന് അടുത്തോട്ട് വരുന്നതെങ്കിൽ നമ്മൾ എക്സ് ടെൻസ് ടു 2 മൈനസ് വായിക്കുന്നത് എക്സ് ടെൻസ് ടു 2 മൈനസ് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാക്കണം. എക്സ് ഇസ് അപ്രോച്ചിങ് ദി വാല്യൂ 2 ഫ്രം ലെഫ്റ്റ് എന്നാണ് ഇതിന്റെ മീനിങ്. ഇനി റൈറ്റിൽ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ എക്സ് ടെൻസ് ടു 2 പ്ലസ് 2 മൈനസ് ലെസ് ദാൻ 2 വാല്യൂ എടുത്തിട്ടാണ് വരുന്നത്. ലെഫ്റ്റിൽ നിന്നാണ്, ലെഫ്റ്റ് ഇത് 2 പ്ലസ് എക്സ് ഇസ് അപ്രോച്ചിങ് 2 ഫ്രം റൈറ്റ്. അപ്പോൾ ഈ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിമിറ്റ്സിന് രണ്ട് പേരുണ്ട്. അതായത് ഇവിടെ നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് എക്സ് ഇസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞു. 2നെ ലെഫ്റ്റ് നിന്നാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് എക്സ് എന്ന് എഴുതും നമ്മൾ. ഈ ഫിഗറിൽ ആ വാല്യൂ 5 തന്നെയാണ്. ആൻഡ് ദിസ് ഈസ് കോൾഡ് ദി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് എക്സ്. 2നെ എക്സ് റൈറ്റിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ലിമിറ്റ് ഈസ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. നമ്മൾ ഈ വരച്ച ഫിഗറിൽ ഇവിടുന്ന് രണ്ട് സൈഡിൽ നിന്നും അപ്രോച്ച് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യാന്ന് പറയും. ഒരേ പോയിന്റിലേക്കാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ പോയിന്റിൽ ലിമിറ്റ് ഉണ്ട്. ഈ ഫിഗറിന്റെ ലിമിറ്റ് ആണ്, എഫ് എക്സിന്റെ ലിമിറ്റ് ആണ് 5. ഇപ്പോൾ x tends to 2 എന്നാണ്. ഈ ചില കേസിൽ ചില ഫംഗ്ഷനിൽ ബ്രേക്ക് ആയിട്ട് നിൽക്കും. ഇങ്ങനെയാണ് ഫിഗർ നിൽക്കുന്നതെന്ന് വിചാരിക്കും. ഇങ്ങനെ, അതായത് പോയിന്റ് ഇപ്പോൾ ഇവിടെ ഒരു 5 ആണെന്ന് വിചാരിക്കും. അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ ലെഫ്റ്റ് നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ y ഇതാണ് ഫംഗ്ഷന്റെ വാല്യൂ വരും. റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ വരുന്ന വാല്യൂ ഇതാ ഇവിടെ. നോക്കൂ, കോയിൻസൈഡ് ചെയ്യുന്നില്ല. അപ്പൊ ഈ കേസിൽ ലിമിറ്റ് ഇല്ല എന്ന് പറയും നമ്മൾ. ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ ലിമിറ്റ് ഇപ്പൊ ഈ ഒരു എക്സാം ഇങ്ങനെ ഒരു കുഞ്ഞ് എക്സാമ്പിൾ വരച്ചാൽ 5ൽ ലിമിറ്റ് ഇല്ല എന്നുള്ളത് അത് വന്നത് ഇങ്ങനെയാണ്. ആ കേസിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് x tends to 5 plus fx. fx here also it is fx. Oh, 5 minus not equal to 5 plus വന്നു. ലിമിറ്റ് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ഈക്വൽ ആവാതെ വന്നപ്പോൾ ആ പോയിന്റിൽ ലിമിറ്റ് ഇല്ല. അപ്പോൾ ഒരു പോയിന്റിൽ ഫംഗ്ഷൻ ലിമിറ്റ് വേണമെങ്കിൽ എന്തായിരിക്കണം? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആവണം. എങ്കിൽ ആ പോയിന്റിൽ ഫംഗ്ഷൻ ലിമിറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ലിമിറ്റ് ഡെഫിനിഷൻ ഒന്ന് എഴുതാം. ലിമിറ്റ് x tends to a fx equal to L. ഇങ്ങനെ എഴുതും. ലിമിറ്റ് x tends to a fx equal to L means that fx tends to L, ഇത് വായിക്കുന്ന tends to എന്നാണ്. means that fx tends to L as x tends to a.
as x tends to a. And next sentence, if x is approaching a, small a, if x is approaching small a from left, we write x tends to a my approaching a from left എന്നല്ലേ എഴുതിയത് ആണോ അതെ മാം. Yes, ma'am. Okay. Then we write x tends to a minus. We write x tends to a minus. The corresponding limit is called. The corresponding limit is called the left hand limit. The left hand limit. Next sentence. If x is approaching a, if x is approaching small a from right, then we write x tends to a plus, x tends to a plus, and the corresponding limit is the right hand limit. Next എഴുതുക if limit x tends to a minus fx equal to limit x tends to a minus fx equal to limit x tends to a plus fx, a plus fx, then limit exist at x equal to a, at x equal to small a, and we write this limit as limit x tends to a fx. രണ്ടും സെയിം ആവുന്ന സമയത്ത് അതിനെയാണ് നമ്മൾ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ എഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. Next, ഒരു heading എഴുതൂ, algebra of limits. Algebra of limits. If f and g are two functions, if f and g are two functions such that both limit x tends to a fx and the limit x tends to a gx exist. Both limit x tends to a fx and the limit x tends to a gx exist.
then first one, limit x tends to a fx plus or minus gx equal to limit x tends to a fx plus or minus limit x tends to a gx. അപ്പോൾ രണ്ട് കണ്ടീഷൻസ് നമ്മൾ ഒന്നിച്ച് എഴുതിയെന്ന് മാത്രം, പ്ലസും മൈനസും. അപ്പോൾ എഫ് എക്സ് പ്ലസ് ജി എക്സിന്റെ ലിമിറ്റ്, ഇതിന്റെ മീനിങ് എഫ് എക്സ് പ്ലസ് ജി എക്സിന്റെ ലിമിറ്റ് കാണണമെങ്കിൽ നമുക്ക് എഫ് എക്സിന്റെ ലിമിറ്റ് കാണാം, ജി എക്സിന്റെ ലിമിറ്റ് കാണാം, എന്നിട്ട് ആഡ് ചെയ്താൽ മതി. അതേപോലെ സബ്ട്രാക്റ്റും അങ്ങനെ തന്നെ ചെയ്താൽ മതി. അതാണ് കോൺസെപ്റ്റ്. നെക്സ്റ്റ് ലിമിറ്റ് x tends to a fx into gx, that is equal to limit x tends to a fx into limit x tends to a gx. അതും അതേപോലെ തന്നെ പ്രോഡക്റ്റിന്റെ ലിമിറ്റ് വേണമെങ്കിൽ ഓരോന്നിന്റെ ലിമിറ്റ് കണ്ട് പ്രോഡക്റ്റ് എടുത്താൽ മതി. ലിമിറ്റ് x tends to a fx into gx is limit of fx into limit of gx. Next, quotient limit x tends to a fx by gx, that is equal to limit x tends to a fx divided by limit x tends to a gx. ഇവിടെ കണ്ടീഷൻ പറയണം, എന്താ ഡിനോമിനേറ്റർ 0 ആവരുതെന്ന്. വേർ ലിമിറ്റ് x tends to a gx ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു 0. ഇപ്പോൾ ഡിനോമിനേറ്റർ 0 വരുന്ന കേസിൽ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലാത്ത കേസിലൊക്കെ ലിമിറ്റ് ഓഫ് ന്യൂമറേറ്റർ ബൈ ലിമിറ്റ് ഓഫ് ഡിനോമിനേറ്റർ എന്ന് ചെയ്യാൻ പറ്റും. ഇതാണ് കേസ്. എഴുതി കഴിഞ്ഞാൽ പറയൂ. കഴിഞ്ഞു മാം. ഇനി നെക്സ്റ്റ് ഒരു റിസൾട്ട് നമുക്ക് എഴുതാം. ലിമിറ്റ് x tends to a x raised to n minus a raised to n by x minus a equal to n a raised to n minus 1. ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന റിസൾട്ടാണ് ലിമിറ്റ് x tends to a x raised to n minus a raised to n by x minus a, that is equal to n a raised to n minus 1. Second one, limit theta tends to 0 sin theta by theta is equal to 1. Next result.
ഇത് രണ്ടും എഴുതിയോ? ഇനി ഒരു തിയറം മീൻസ് സാൻഡ്വിച്ച് തിയറം എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റിനകത്ത് ഒരു തിയറം ഉണ്ട്. അത് നമ്മൾ പ്രോബ്ലംസ് ചെയ്യാനായിട്ടൊന്നും നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും അതൊന്ന് ജസ്റ്റ് എന്താണ് ആ തിയറം എന്ന് നമുക്കൊന്ന് എഴുതി വെക്കാം. ഓക്കെ, ഒരു സൈഡ് ഹെഡിങ് എഴുതിക്കോളൂ, സാൻഡ്വിച്ച് തിയറം. സാൻഡ്വിച്ച് തിയറം. സാൻഡ്വിച്ച് തിയറം എന്ന് പറയുമ്പോൾ സാൻഡ്വിച്ച് ഓർമ്മ വന്നിട്ടുണ്ടാവും. അത് തന്നെ പറയാം, അത് തന്നെയാണ് വരുന്നത്. സ്റ്റേറ്റ്മെന്റ് പറയാം. ലെറ്റ് എഫ് ജി എച്ച് ബി റിയൽ ഫങ്ഷൻസ്. ലെറ്റ് എഫ് ജി എച്ച് ബി റിയൽ ഫങ്ഷൻസ് such that fx less than or equal to gx less than or equal to hx. For all x in the domain. For all x in the domain. Next sentence. For some real number a, limit x tends to a fx equal to L equal to limit x tends to a hx. L, that is the same as limit x tends to a hx. Then limit x tends to a gx is equal to L. Limit x tends to a gx is equal to L. ഇതാണ് തിയറം. ജസ്റ്റ് ഒന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ നോക്കൂ, 3 ഫങ്ഷൻസ്, റിയൽ ഫങ്ഷൻസ് ഇങ്ങനെയാണ് അത് ഉള്ളത്. എഫ് എക്സ് ലെസ് വാല്യൂസ് വരിക. എഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് എക്സ്. അപ്പോൾ ആ ഗ്രാഫ് ആണെങ്കിൽ വാല്യൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹൈറ്റ് വൈ ആണ് വരിക. അപ്പം ഈ എഫ് എക്സിനും എച്ച് എക്സിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ജി എക്സ് വരുന്നത്. ഇനി ഈ എഫ് എക്സും എച്ച് എക്സും രണ്ട് എൻഡിലുള്ള ഈ രണ്ട് ഫങ്ഷൻസും ടെൻഡ് ചെയ്യുന്നത് എല്ലിലേക്കാണെങ്കിൽ, ഇത് രണ്ടും എല്ലിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ജി എക്സിന്, സെൻട്രലിൽ നിൽക്കുന്ന ജി എക്സിന് എല്ലിലേക്ക് തന്നെ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ട് വരും. മറ്റൊരു വാല്യൂവിലേക്ക് പോകാൻ പറ്റില്ല ഈ ജി എക്സിന്. ദാറ്റ് ഈസ് സാൻഡ്വിച്ച് തിയറം. സാൻഡ്വിച്ച് തിയറം പറഞ്ഞാൽ രണ്ട് ബൺ ഇൻ ബിറ്റ്വീൻ ഫില്ലിംഗ്. അപ്പോൾ ആ രണ്ട് ബണ്ണിന്റെ, അതാണ് ഈ എഫ് എക്സ് ആൻഡ് എച്ച് എക്സ്. ദേ ആർ ടെൻഡിങ് ടു എ നമ്പർ. ദെൻ ഇൻ ബിറ്റ്വീൻ ദി ദാറ്റ് ഫില്ലിംഗ് ഇറ്റ് ഓൾസോ ടെൻഡ് ടു ദാറ്റ് നമ്പർ. മീൻസ് സാൻഡ്വിച്ച് നമ്മൾ കഴിക്കുമ്പോൾ ആ രണ്ട് ബൺ നമ്മുടെ വായിലോട്ട് പോകുന്നെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഉള്ള ഫില്ലിങ്ങും എങ്ങോട്ട് തന്നെയാണ്. മനസ്സിലാവാൻ പറഞ്ഞതാണ് കേട്ടോ ഐഡിയ. അപ്പോൾ അതാണ് ഈ സാൻഡ്വിച്ച് തിയറം. ഓക്കെ, ഇപ്പൊ എൻഡിലുള്ള രണ്ട് ഫങ്ഷൻസ് ടെൻഡ് ചെയ്യുന്ന വാല്യൂവിലേക്ക് തന്നെ മിഡിലുള്ളത് ടെൻഡ് ചെയ്യും. ഓക്കെ, നമുക്കിനി പ്രോബ്ലംസിലേക്ക് കടക്കാം. ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ് എടുക്കാം. fx equal to fa if this fx is a polynomial. ഇപ്പം നമ്മൾ പറഞ്ഞു ആ ഒരു എക്സാമ്പിളില് ഇങ്ങനെ 5 ഇവിടെ 2 വെച്ചിട്ടൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു y equal to f of x. അപ്പോൾ x 2 ആവുമ്പോഴുള്ള ഫംഗ്ഷന്റെ വാല്യൂ ആണ് ഈ 5. മീൻസ് ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ 2 5 ആയിരിക്കും.
കർവിലെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ് എഫ് എക്സ്, ഇതാണ് ജനറൽ പോയിന്റ്. സോ ഹിയർ ഇറ്റ് ഈസ് 2f2, 2f2 x എടുത്ത് കൊടുത്താൽ 2f2, f2 is this 5. അപ്പം ഈ കേസിൽ ലിമിറ്റ് x tends to 2, fx is equal to 5 എന്ന് നമ്മൾ പറഞ്ഞു. This 5 is f of 2. അപ്പോൾ ജനറൽ കേസിൽ ഇത് ഒരു പോളിനോമിയൽ ആവുന്ന കേസ് ഫംഗ്ഷന്റെ വാല്യൂ കാണണമെങ്കിൽ നമ്മൾ ചെയ്യാം, അതിലുള്ള എക്സിനെ ഈ എ വാല്യൂ കൊണ്ട് റീപ്ലേസ് ചെയ്യാണ്. ഇതാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ. നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറയൂ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പം നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് പ്രോബ്ലംസിലേക്ക് പോവാം കേട്ടോ. ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യട്ടെ.